എല്ലാ വീഡിയോയിലും ഒരു സീനിലേലും ഞാൻ കാണും. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ചൈതന്യയിൽ പോവാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് നടക്കുവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വഴി വെച്ച് അലനെ കാണാം. നമ്മുടെ വീഡിയോസിലെ മെയിൻ. അതെ അതെ അതെ, എല്ലാ വീഡിയോയിലും ഒരു സീനിലേലും ഞാൻ കാണും. അപ്പോഴത്തേനും അങ്ങനെ നോക്കി നിന്ന് ഇവനോട് വർത്താനം പറഞ്ഞിരുന്നപ്പോൾ നമ്മുടെ ഗായത്രി വന്നു. അപ്പോൾ ഓക്കെ ശരി, എന്നാ ഇവളിനി ചൈതന്യയുടെ അകത്തേക്ക് കയറുകയാണ്. അവിടെ റൈഡിലൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ പോട്ടെ. ഓക്കെ ബൈ. വീട്ടിലല്ല, ചൈതന്യ. ഞാൻ വീട്ടിലോട്ട്, ഇവള് ചൈതന്യ. ഓക്കെ ബൈ. ഇവരൊക്കെ ഭയങ്കര കല്യാണത്തിന് പോകുന്ന പോലെയാണ്. ഒന്ന് വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഒരുങ്ങിയൊക്കെയാണ് വന്നേക്കുന്നത്. എന്തിനാന്നറിയത്തില്ല, വനത്തിലോട്ടാ കയറാൻ പോകുന്നതെന്ന് തോന്നുന്നു. അതുപോലത്തെ ഫീൽ എൻ്റെ മോനെ. അയ്യോ അതെ, കരിമ്പുലിയൊക്കെ ഉണ്ട് കേട്ടോ. വരയാടുണ്ട്. അതായത് ഒരു ചേച്ചി നിന്ന് പടം പോലെ എടുക്കുന്നു. ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന കങ്കാരു. അത് നമുക്ക് ചൈതന്യ ആ ജിറാഫിൻ്റെ അടുത്തുനിന്ന് പോയി നിന്ന് അവിടെ ഒരു ഒറിജിനാലിറ്റി, ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ആനയാണത്. അവിടുന്ന് മാറി ഇങ്ങോട്ടായപ്പോൾ ആ ചേച്ചി പിന്നെ എൻ്റെ വ്ളോഗിൽ പങ്കുചേരാൻ വേണ്ടി വീണ്ടും വന്ന് എൻ്റെ വ്ളോഗിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക കേട്ടോ. എൻ്റെ ഒറിജിനാലിറ്റി വന്നു. അയ്യോ സൂപ്പർ സാധനം. ചൈതന്യ പടയപ്പ. എന്താണ് ഇതിനെപ്പറ്റി ഈ വനം ഒരു ഫീല് തരുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താ പറയാനുള്ളത്? തരുന്നില്ല. അവക്ക് ഭയങ്കരമായിട്ട് വരയാടുകളും ഇതിനിടെ പാണ്ടയും. ഇതാരാ ഇത്? മറ്റേ ബാഹുബലിക്കകത്ത് അഭിനയിച്ചാന്നൊക്കെയാ പറയുന്നത്. ഇത് നമ്മൾ കാണാൻ പോകുന്ന കാർഷിക വിളകളാണ്. ഇതെന്നാന്നറിയത്തില്ല. അതൊക്കെ വേണമെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ മതി കേട്ടോ. ഉണ്ട് കാർഷിക വിളകൾ. ഉയ്യോതേ, ഗായത്രിയുടെ വലിപ്പമുള്ള കപ്പ. നമ്മുടെ സ്വന്തം ജർമ്മൻ അങ്കോര റാബിറ്റ്. ഇത് പലതരം കിളികൾ. ബ്ലൂ പൈനാപ്പിൾ പൊന്നൂർ. കോമഡി. നല്ല പച്ച, നല്ല അടിപൊളി തത്ത. പാമ്പ്. നമ്മൾ കഴിഞ്ഞ വർഷം വന്ന് നമുക്ക് ഫ്രീ ആയിട്ട് പാമ്പിനെ തന്നത്. ഞാൻ ജസ്റ്റിനുള്ള പാമ്പിനെ അത് പിടിച്ചാണ്. ഇവിടെ വന്നില്ല കേട്ടോ. അപ്പൊ തന്നെ അതുകൊണ്ട് നമ്മളിപ്പോ അത് ചെറിയ പാമ്പ്, മറ്റൊക്കെ പോലെ വലിയ പാമ്പ്. അത് ഇവിടെ കുറെ ബേർഡ്സ് ഉണ്ട്, കാണിച്ചു കേട്ടോ. അടിപൊളി. ഗായത്രിന്റെ തന്നെ എന്തിനാന്നറിയോ? പെണ്ണുമാണ് പിടിക്കാൻ വേണ്ടിട്ടാ. എന്നത് അവിടെ കഴുത്തല്ലേ? ഓ, കാലിൽ. സൊസൈറ്റി ഫിഞ്ച്. ഓ, അതായിരുന്നു ഇത്. ഇതൊക്കെ നമ്മള് കുറെ ഇറങ്ങി. നമ്മൾ കാണാൻ പോകുന്നത് നല്ല പിഗ്മി ആട്. അത് തന്നെ. പിന്നെ കുറെ പശുവാണ്. അതുകൊണ്ട് അവിടെ നല്ല കുള്ളനായിട്ടുള്ള എന്നതാ ആടുകളൊക്കെ ഉണ്ട്. ഇവിടെ കുറെ കാളകളുണ്ട്. പശുവാണത്. പശുവാണോ? അതൊന്നും പശുവല്ല, അത് കാള. ഇത് കണ്ടോ, അത് പഞ്ചാബി ലുക്കൊക്കെ ഉണ്ട്. നല്ല ഉരുണ്ടിരിക്കുന്നു കേട്ടോ. അത് കേട്ടപ്പോഴേ അതിനൊരു പഞ്ചാബ്. അത് മറ്റേ ഗുജറാത്തിലൊക്കെ കണ്ടോ എന്നെ ലുക്കാന്ന് നോക്കി. അയ്യോ, എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതെല്ലാം എൻ്റെ വ്ളോഗിൽ കൂടെ കാണാം. അതേ അപ്പുറത്തെ സാധനമുണ്ട്. മറ്റേ ഇതേ ബാഹുബലിക്കകത്ത് അഭിനയിച്ചാണോ എന്നറിയത്തില്ല, പക്ഷെ ബാഹുബലിയുടെ പ്രദർശനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
ഭയങ്കര ക്ഷീണം കേട്ടോ. അയ്യോ ഇന്നലെ ഒക്കെ ഏറ്റു നിൽപ്പുണ്ടായിരുന്നു, ഇന്നെല്ലാം ചത്ത് കിടക്കണം. ആ അതെ അതെ, മൊത്തം കറപ്പുള്ളതാണ്. കണ്ടോ? ഓ അത് തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും. നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എന്നത് ഓക്കെ 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 എന്നാ കുഴപ്പം. നമ്മള് സ്റ്റേജിന്റെ അങ്ങോട്ട് പോവുക. കോളേജ് ആൾക്കാരാണ് വന്ന് സ്റ്റേജിൽ ഭയങ്കര പരിപാടിയൊക്കെ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡാൻസ് അല്ല, ഇതത്ര പോരാ കേട്ടോ. ഞങ്ങളുടെ അക്കമാകയുടെ അത്ര ഒന്നും വരത്തില്ല. പാട്ട് കൺസെപ്റ്റൊക്കെ നടക്കുന്നത്. അപ്പൊ നമ്മളിപ്പം മറ്റേ സാധനമൊക്കെ വെക്കുന്നിടത്തോട്ട് കയറുവാട്ടോ. കാണിക്കാം. ഇഷ്ടംപോലെ കടയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും പോരാ. ഉള്ള ബുക്ക് പോലും വായിക്കത്തില്ല. എന്നിട്ട് ബുക്കിന് കയറിയിട്ടുണ്ട്. എന്തിനാ സമയം കളയാൻ. ഒരു ലൈബ്രറി തന്നെയുണ്ട്. ഇതെല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇത് വായിച്ചാൽ നമ്മൾക്ക് യങ്ങായിട്ട് ഇരിക്കാൻ പറ്റും. വയസ്സായാലും കണ്ടോ, എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യും. ആ ചേട്ടൻ വന്ന് നോക്കേണ്ടി വരുന്നു. ഭയങ്കര വ്ളോഗറാന്ന് വിചാരിച്ചോണ്ട്. അനിമി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ബുക്കാണ്. ഇത്ര ഞാനുണ്ട്. ഏത് ഭാഷയാണെന്നറിയില്ല, നല്ല ഈ ബുക്ക് ഞാൻ വായിക്കുന്ന കേട്ടോ. നല്ല ബുക്കാണ്. മുഖം കണ്ടാ അറിയാം. പേരൻസിൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ വായിക്കുന്നത് അത് വാങ്ങിക്കൊടുക്കും. ഇഷ്ടപ്പെടാത്തവർക്ക് പല തരത്തിലുള്ള ഇതുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ്. ഇത്രയുടെ അകത്ത് പിടി. എല്ലാരും നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങള് കാണാതെ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാൻ നോക്കുവാണ്. ഈ ബ്ലോഗർമാർ ഒരിക്കലും ആൾക്കാരെ പേടിക്കരുത്. അതില്ല അതുകൊണ്ട് മാത്രം. ഞാൻ ബ്ലോഗർ അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇതിലൊക്കെ. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അവളുടെ നാണമൊക്കെ മാറ്റുന്നത്. കുറേ സംഭവം നമ്മൾ കാണിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം കുറച്ച് ലാഗ് ആയിരിക്കും, പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ കണ്ടോണം. ഓക്കെ. 90s കിഡ്സിന് പറ്റിയ ഒരു ഏരിയയാണിത്. എനിക്കിതൊന്നും പറ്റില്ല. അലീനക്ക് പറ്റില്ല. ഇതുണ്ടോ ഈ ബുക്ക്? അടിപൊളി ബുക്ക്. ഇത് ഞാൻ ഫുൾ വായിച്ചാണ്. ആണോ? ഇത് നീ വായിച്ചോ? പിന്നെ എന്താ അഴകുള്ള പല്ലുകളാ. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. എൻ്റെ പൊന്നോ, മൊബൈൽ ഫോണിലുള്ള ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി തരും. ഫോട്ടോയില്ല, നല്ല ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ എടുക്കാത്ത. അല്ലാതെ കാശിൻ്റെ ഒരു വിഷയമില്ല കേട്ടോ. ഒരു കടയുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. അതിന്റെ പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല, നമ്മളൊന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഗൈസ്, ഇനി നമ്മൾ പോകാൻ പോകുന്നത് മറ്റേ ഒരു അടിപൊളി സാധനം ഞങ്ങൾ കാണിച്ചു തരാൻ പോവാണ്. റെഡി? 1, 2, 3. അമ്പോ വർഷം നമ്മൾ ഈ സമയം നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്ന് നമ്മൾ ഈ റൈഡിലെല്ലാം കയറിയതാണ്. ഇതിൽ കയറിയത് ജൈൻ വീലിൽ കയറി
ഇങ്ങനെയുള്ളവര് പിള്ളേരായിട്ട് കയറെടുക്കുന്നതാണ് എന്നെ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി. ആ ഞങ്ങൾക്കൂടെ ഉള്ള ഇത് പോകും. പിള്ളേർക്ക് ഒരു ട്രോമയാണ് ഇത് വരുന്നത്. നമ്മൾ പോകണ്ട. അതെ അതെ പോണ്ട, കണ്ണീര് തുടച്ച് കളറിയില്ല. ഇതൊന്നും നമ്മളെ പേടിപ്പെടുത്തുന്ന റൈഡുകളല്ല. എന്നിട്ട് കാറിന്റെ ഒരു കണക്കുമില്ലായിരുന്നു. അപ്പൊ ഗൈസ് നമ്മള് ഏകദേശം ഓക്കെ ആയിരിക്കും. അപ്പൊ ഞാനും ജസ്റ്റിയും കൂടെ നമ്മുടെ ബ്രേക്ക് ഡാൻസ് അവരെ കേറിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ അലീനയും ജസ്റ്റിനെയും കാണിച്ചു തരാം. അതെ 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 കേട്ടോ. വളരെ നല്ലതായിരുന്നു. ഇതൊന്നും പറയാനില്ല. പരിപാടി തീർന്നു. ഇനിയൊരു ഐസ്ക്രീം കഴിക്കുന്നു, പിന്നെ കുറച്ചു നേരം കുറ്റം പറയുന്നു, വീട്ടിൽ പോകുന്നു. പാട്ടിനനുസരിച്ചൊക്കെയാ നടക്കുക. ഇപ്പൊ ഒരൊറ്റ പോക്ക് പോണം. എന്റെ വ്യൂവേഴ്സിനൊരു വെറുതെ പൈസ വിട്ടാകെ റൈഡിൽ കയറാതെ ഇതുപോലുള്ള ഫ്രീ റൈഡുകളിൽ കയറുക. This is more dangerous than ഓ ആണോ? ആ നിന്റെ ഹിപ്പ് ശരിക്കും കുറയാനുണ്ട്. നമുക്ക് അതെല്ലാം ഈ ചൈതന്യയിലുണ്ട്. നമ്മൾ ഡെസേർട്ടിൽ ഒന്നും പോകണം. കാണിച്ചു തരാം. ഇതിന്റെ പല്ലുണ്ടോ ഗൈസ്? നമ്മളിവിടെ ഒരു ഭയങ്കര അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ ചൈതന്യ കാർഷിക മേളക്ക്. അതെ അതെ അതെ. അയ്യോ എന്ത് രസമാണ്. വാട്ടർ ഫൗണ്ടെയിൻ. അപ്പൊ നമുക്ക് കാണാം. ഇതുവരെ ഇത് കണ്ടില്ല, കാരണം ഇത് ഇവിടെയാണ്. ഫോട്ടോയ്ക്കുള്ള ഉണ്ടല്ലേടി, നല്ല രസമുണ്ട് കേട്ടോ. വാ നല്ല രസമുണ്ട്. അവിടെ മീൻകുളമാണ്. സൂത്രം കാണിച്ചില്ല. നിങ്ങൾ വിചാരിക്കും ഇത് ഒറിജിനലാണ്, പക്ഷെ അല്ല. അതുകൊണ്ടോ അതാണ് ഇവിടത്തെ പ്രത്യേകത. സൂപ്പർ ചക്കയും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പർ ചക്ക, കുതിരവണ്ടികൾ. ചൈതന്യ ബദിര അന്ധത റിസോർട്ട് സെൻ്റർ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിതിനകത്ത് കയറി കാണുന്നൊന്നുമില്ല, കാരണം നമുക്ക് സമയമില്ല. അയ്യോ ഇവിടെ ലവ് ബേർഡ്സ് ഒക്കെ എന്ത് രസമല്ലേ അവരുടെ കിളികൾ. അല്ല കാഹളാരവും. പ്രത്യേകത എന്താന്ന് പറയാം. എന്താ കുറെ കടയൊക്കെ ഉണ്ട്. രാജസ്ഥാൻ കമ്മൽ മേള, അങ്ങനെ കുറെ സാധനമൊക്കെ. അവൾക്ക് പാകമാകത്തില്ല ഈ കുഞ്ഞു കസേര. ഞങ്ങളൊക്കെ പാകമാകുക. ഒരു സർപ്രൈസ് കാണിച്ചു തരാം അല്ലേ? ഇപ്പൊ വരും പലതരം സാധനങ്ങൾ ചൈതന്യ കാർഷിക മേളയിൽ ലഭ്യമാണ്. കണ്ടോ കണ്ടോ ഇല്ലേ നമ്മുടെ വ്ളോഗിന് ആചോട്ടൻ സംസാരിച്ചു തുടങ്ങി. എല്ലാ കമ്മലിനും 40 രൂപ ഉള്ളതെന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. നമ്മളൊന്ന് ഭയങ്കര സംഭവമാണെന്നാണ് വിചാരിച്ച്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇനി വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് വരുന്നതാണ് വരെ. ഓക്കെ ബൈ.